അപ്പൊ നേരത്തെ നിങ്ങൾ തമ്മിൽ കത്തിരിപ്പാടുണ്ടായിരുന്നോ? അങ്ങനെയൊന്നുമില്ല. പക്ഷെ 2-3 കൊല്ലം മുമ്പ് എന്റെ ഒരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞ് കുഞ്ഞമ്മാനെ കത്തയച്ചിരുന്നു. ഫോട്ടോ ഇവൾക്ക് കൊടുക്കാനായിരുന്നു എന്നുള്ളത് ഇപ്പോഴല്ലേ മനസ്സിലാവുന്നത്. കുട്ടിക്ക് എത്ര വയസ്സാണ് ഇപ്പൊ? വയസ്സൊക്കെ ആര് നോക്കുന്നു. ചെറുപ്പത്തിൽ ഒരിക്കൽ അവള് വീട്ടിൽ വന്നപ്പോ എന്റെ അടുത്ത് മാറിയലായിരുന്നു. സീരേട്ടാ ഒരു കഥ പറഞ്ഞു തരുമോ, ഒരു കഥ പറഞ്ഞു തരുമോ കൂടെ നടക്കും. എന്നിട്ട് അമേരിക്ക ചെന്നിട്ടോ കുഞ്ഞമ്മായ്ക്കും സൗകര്യം കൊടുക്കല. എനിക്ക് ശിവരേട്ടനെ കാണണം പറഞ്ഞ് ഒരേ പല്ലവി. അവളൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. അല്ല, ഈ അമേരിക്കയിലൊക്കെ കാണുമ്പോഴും നടുറോട്ട് നിനക്ക് ചെയ്യാറ് ഇവിടെ അങ്ങനെ വല്ലതും ചെയ്തവിടെ? ചേച്ചേ 10 വയസ്സിന് ശേഷം അശ്വതി ഇന്ത്യയിലായിരുന്നല്ലോ, ഊട്ടിയിലും മറ്റും. അതുകൊണ്ട് അങ്ങനെയുള്ള പരിഷ്കാരമൊന്നുമില്ല. പിന്നെ മണി പോലെ ഇംഗ്ലീഷ് പറയാ. അപ്പോ ശ്രീധരേട്ടന് ഇത്തിരി ഭാഷാ പ്രശ്നം ഉണ്ടാവും അല്ലേ? പോടാ, തോന്നിയാസം പറയാതെ. അതിനുള്ള ഇംഗ്ലീഷൊക്കെ എന്റെ അടുത്തുണ്ടല്ലേ. എന്നാലും ശ്രീധരേട്ടൻ ഭാഗ്യവാൻ തന്നെ. എന്ത് ഭാഗ്യം മോനെ. പെണ്ണും പെടക്കോഴൊക്കെ ആയി കഴിഞ്ഞാ പിന്നെ അതൊരു ഭാരല്ലേ. വന്നില്ലല്ലോ. ഇല്ലമ്മേ. എന്തൊരു കഷ്ടം എന്റെ ഈശ്വര. ഈ കുട്ടിക്ക് എന്ത് പറ്റിയാവോ? അമ്മേ, ദേ ആരോ വരുന്നുണ്ട്. അത് ശരിയാവോ ശ്രീധരേട്ടാ? പിന്നെ നിന്റെ മീശയും പഠിച്ചൊരു ബിഗും വെച്ച് കഴിഞ്ഞാൽ അസല് പെണ്ണ ഒരു പ്രശ്നമുള്ള കാര്യമല്ല അത്. അല്ല, എനിക്ക് വിരോധമില്ല. പിന്നെ ഞാൻ എത്ര കാണിച്ചിരിക്കുന്നു. ആഹാ, നിങ്ങളാണോ ശ്രീധര? നിനക്ക് ഇത്തിരി നേരത്തെ വന്നൂടെ? ഞങ്ങൾ 2 പെണ്ണുങ്ങള് രാത്രി ഇവിടെ തനിച്ചിരിക്കുകയല്ലേ. ആ കുട്ടി അശ്വതി ഇതേവരെ എത്തിയിട്ടില്ല. വൈകുന്നേരം ആയപ്പോ ഇംഗ്ലീഷിൽ എന്തോ പുറപുറത്തോണ്ട് ഇവിടെ ഇറങ്ങി പോയതാ. ഇത്രയും നേരമായിട്ട് ആളെത്തിയിട്ടില്ല. എന്ത് മഹാകാര്യത്തിനാ നീ രാത്രി ഇങ്ങനെ കറങ്ങി നടക്കുന്നത്? ഞങ്ങൾ എവിടെ പോയി അന്വേഷിക്കും? അമ്മയുടെ അനുവാദം ഇല്ലാതാണോ അവള് പോയത്? വിസ്തരിക്കാൻ നിൽക്കാതെ നീ എവിടെയും ചെന്നൊന്ന് അന്വേഷിക്കടാ. മനുഷ്യന്റെ മനസ്സിവിടെ കത്തുക. ചേച്ചി, അശ്വതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോയി? ഒരു പിടിയില്ല. എന്താ? അശ്വതി ഇതുവരെ വീട്ടിലെത്തിയിട്ടില്ല. എവിടെ പോകുന്നു എന്ന് പറയാതെയാണോ പോയത്? അമ്മോട് എന്തോ പറഞ്ഞു. എന്താ ഇത്ര വൈകുന്നതെന്നാ മനസ്സിലാവാത്തെ. നമുക്ക് കാറെടുത്ത് പോയി അന്വേഷിക്കാം സാർ. എവിടെ ചെന്ന് അന്വേഷിക്കാനാ? എവിടെയെങ്കിലും ചെന്ന് അന്വേഷിക്കാതിരിക്കാൻ പറ്റുമോ? ഒരു പെൺകുട്ടിയല്ലേ. ഈശ്വര, വല്ല അപകടം. നിങ്ങളൊന്ന് വേഗം ചെല്ലുന്നേ. നീ പോയി ഷർട്ട് എടുത്തോണ്ട് വാ. അശ്വതി എവിടെ? അപ്പൊ വന്നിട്ടില്ല അല്ലേ? നീ എന്തൊരു മരം കൊണ്ടാടാ. നിന്നോട് എവിടെയെങ്കിലും പോയി അന്വേഷിക്കാനല്ലേ ഞാൻ പറഞ്ഞത്. ഞാനൊന്ന് ചോദിക്കട്ടെ, അപ്പോ എവിടെ പോകുന്നു എന്ന് പറഞ്ഞാണ് പോയത്? എവിടെ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പോയാൽ അവിടെ പോയി അന്വേഷിക്കാൻ ഞാൻ പറയില്ലേ? അല്ല, ആ കുട്ടി ഇംഗ്ലീഷിൽ എന്താ പറഞ്ഞത്? കുന്തം. ഞാൻ ഇനി ഇംഗ്ലീഷ് പഠിച്ചിട്ട് വരാം. അല്ല, നമ്മളൊരു അന്വേഷണം നടത്തുമ്പോ എല്ലാം അന്വേഷിക്കണല്ലോ. ആരോടും ചോദിക്കാതെയും പറയാതെയും പോയത് ഭയങ്കര തെറ്റാ. ശ്രീധര, അമ്മ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ ദേഷ്യം വന്നാണല്ലോ. അവളുടെ അഹങ്കാരം ഞാൻ അവസാനിപ്പിക്കും. ഒരു പെൺകുട്ടിയല്ലേ അവള്? പിടിച്ചു നിർത്തി 4 പടപടയ്ക്കണം, അപ്പോഴേ പഠിക്കും. അത് തന്നെ അതിനുള്ള മരുന്ന്. ഒരു ലോക്കൽ ഗാർഡിയൻ അതിനുള്ള അധികാരമുണ്ട്. അവളുടെ അമേരിക്ക ഒന്നല്ല ഇത്. അവളെ ഞാൻ കാണിച്ചു കൊടുക്കാം. ശ്രീധര, നീ ഇതൊന്ന് അന്വേഷിക്കുന്നുണ്ടോ? വാ സാറേ. ഗുഡ് നൈറ്റ്. ബൈ ബൈ. എന്തൊരു കഥയാ മോളേത്. ഞങ്ങളിവിടെ തീ നിന്നു പോയല്ലോ. എന്തു പറ്റി? അല്ല, ഇത്രയും നേരം വൈകിയപ്പോ അല്ല, ഒന്നുമില്ല. ഞാൻ നല്ലോണം ഒന്ന് കൊടുക്ക് ചേച്ചി. ന്യായം ചോദിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല. എന്തു കൊടുക്കുന്ന കാര്യം പറഞ്ഞത്? തല്ല്. എന്റെ വീട്ടിലായിരുന്നെങ്കിൽ വിവരം അറിഞ്ഞാനെ. ആരാ നിങ്ങള്? അല്ല, അശ്വതിക്ക് അറിയില്ലേ? സദാശിവൻ സാറ്, കോൺട്രാക്ടർ, നമ്മുടെ അടുത്ത വീട്ടില്. മതിയോടോ പരിചയപ്പെടുത്തിയത്? നീ അല്ലേ പറഞ്ഞ കൊല്ലു മെഴുകുന്നൊക്കെ? അല്ല, അത് ഞാനേ അശ്വതി അകത്തേക്കല്. വരട്ടെ, ഇയാൾ എന്നെ തല്ലുവെന്ന് അറിയട്ടെ. ഇതെന്തപ്പ ഈ കഥ? ശ്രീധര, നിന്റെ അമ്മാവന്റെ മോള് സ്വല്പം പെശകൻ കേട്ടോ. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അല്ല, സാറൊന്നും ഉണ്ടായിരുന്നേ. ചുമ്മാ ഇരിക്കാൻ. ഇപ്പൊ അങ്ങനെയായോ? വിളിച്ചു വരുത്തിട്ട് ആളെ കൊച്ചാക്ക. വാടാ, എന്തൊരക്കായി എനിക്കെന്താ? ഇനി ഒരു കാര്യത്തിനും എന്നെ അന്വേഷിക്കണ്ട. ഒറ്റ കീഴ് വെച്ചല്ലോ. എന്തത്? എന്തിനാ എന്റെ മക്കട്ടിക്ക്? അതാ കൺട്രി ഫെലോ. സാരമില്ലെന്നേ, അശ്വതിഞ്ഞു പോര്. അയാൾക്ക് തലക്ക് വട്ട. അന്ന് കാര്യാക്കണ്ട അല്ലേ മേ? അമ്മ വിളിക്കുന്നു ഊണ് കഴിക്കാൻ. ഞാൻ കഴിച്ചു. എടുത്തു വെച്ചിട്ടുണ്ട്. ഒരാൾക്ക് 2 പ്രാവശ്യം കഴിക്കാൻ പറ്റുമോ? ഞങ്ങളൊക്കെ ശരിക്കും പേടിച്ചു കേട്ടോ. എന്തിന്? ഞാൻ പറഞ്ഞു പേടിക്കാൻ.
ആരാ മനുഷ്യൻ? എന്നെ ഇൻസൾട്ട് ചെയ്യാൻ ഞാൻ അയാളുടെ വേലക്കാരിയൊന്നുമല്ലെന്ന് പറഞ്ഞേക്ക്. രാത്രിയിൽ എവിടെ പോയതായിരുന്നു? ഒരു ഫിലിം കാണാൻ. മനുഷ്യൻ ഇവിടെ ബോർ അടിച്ച് ചാവും. വല്ല കാസറ്റും കാണാന്ന് വെച്ചാൽ ഒരു ടി വി ഉണ്ടോ, VCR ഉണ്ടോ? ഇവിടെ ഉള്ളവരൊക്കെ എങ്ങനെയാ സമയം തള്ളി നിൽക്കുന്നത്? വല്യേട്ടൻ മാസത്തിലൊരു സിനിമ കാണിച്ചു തരും. ഓ, അതൊരു മഹാകാര്യം തന്നെ. ഇവിടെ വന്നേ പിന്നെ എന്റെ പേപ്പർ വായന മുടങ്ങി. പേപ്പർ വരുത്തുന്നുണ്ടല്ലോ. ഞാൻ ശീലിച്ചത് ഇംഗ്ലീഷ് പേപ്പറാ. ഞാൻ വല്യേട്ടനോട് പറയാം. ഒരേട്ടനോട് പറയണ്ട. അപ്പോ ചേച്ചിക്ക് ഊണ് വേണ്ടേ? എത്ര പ്രാവശ്യം പറയണം? What can I do for you, sir? ഞങ്ങൾ ടിവിയും VCR നോക്കാൻ വേണ്ടി വന്നതാ. നോ നോക്കാനല്ല, വാങ്ങാനോ. തെറിച്ച് പറടോ. It's all right. TV, which size you want? 27 inches, 20 or 14? 27 വേണോ, 20 വേണോ, 14 വേണമെന്നാ ചോദിച്ചത്. അതെന്തൊരു കണക്കാണ്? ഒരെണ്ണായി കിട്ടൂല. 27, 14, 50, 100 ഒന്നും വേണ്ട. ഒരൊറ്റ എണ്ണം മതി. നാരായണ, എണ്ണ വല്ല വണ്ണമാണ് പറഞ്ഞത്. എത്ര ഇഞ്ചാ വേണ്ടത്? അറിയാത്ത കാര്യത്തെ പറ്റി എന്തിനാ നാരായണ താൻ അഭിപ്രായം പറയാൻ പോകുന്നത്? കൈത്തെ വണ്ണത്തിന്റെ കാര്യത്തിൽ നമ്മൾ ഒട്ടും പുറകോട്ട് വേണ്ട. നല്ല വലിപ്പരുന്നോട്ടെ. അതിന്റെ ആവശ്യമുണ്ടോ ചേട്ടാ? വീട്ടാവശ്യം 20 ഇഞ്ച് മതി. മതിയോ? മതി. മതി മതി, അത് മതി. എങ്കിൽ 20 ഇഞ്ചിന് നല്ല നോക്കി ഒന്ന് പോരട്ടെ. Good. This is our latest model, sir. It's got an infrared remote control, an anti-glare screen, a totally imported cabinet, automatic channel selector, facilities for home computer. Its performance is superb, and it's easily the best TV available in the market today, sir. Yes, it is. സംഗതി ആകെ പെശകാണല്ലോ ശ്രീരേട്ടാ. Which model you like, sir? നിങ്ങൾ ഇംഗ്ലീഷ് നിർത്തി കാര്യത്തിലേക്ക് ഇറങ്ങി. ഈ തരക്കടില്ല. ഇതിനെന്താ വില? How much? 10,000 and 1,200. അത് വില കുറച്ച് കൂടുതലാ. വില കുറച്ച് തരുമോ നോക്കിടോ. തന്നെ പിന്നെ എന്തിനാ കൊണ്ടുവന്നേ? ഇംഗ്ലീഷിൽ വില വേശി കച്ചവടം ഉറപ്പിക്കാനല്ലേ? Fixed price. എങ്ങനെ? Fixed വില price. കുറയില്ല. അങ്ങനെയുണ്ട് ഒരു കച്ചവടം. സാധനം ഞങ്ങൾക്ക് ഇഷ്ടമായി, പക്ഷെ വില വളരെ കൂടുതലാ. അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും പറയണ്ട. ഒരു 6,000 ഉറുപ്പ്യ അങ്ങോട്ട് വെച്ചോ. നിങ്ങളൊന്നും മിണ്ടായിരുന്നേ. ഇതെന്താ മീൻ ചന്തയാണെന്ന് വിചാരിച്ചോ? സൈത്തെ നമുക്ക് ഇത് തന്നെ മതി. ഇതിന് പറ്റിയൊരു VCR വേണം. Okay, sir. അത് നിങ്ങൾ തെരഞ്ഞെടുത്ത് തന്നാൽ മതി. എന്നിട്ട് ബില്ല് ഒതുക്കോളൂ. Sure, sir. അപ്പം വില വേശലില്ല. നിന്നെ കൊണ്ട് സ്ഥലത്ത് പോകാൻ കൊള്ളുമല്ലോ. ഒന്ന് പതുക്കെ നിക്ക്. നീ എന്നെ കൊല്ലാൻ പോവാ? സാറിന് എന്തോ ചോദിച്ചു വല്ലവരും തല്ലിയോ? എന്തോന്നാടി ഇത്ര ഇരിക്കാൻ? നീരിറക്കാന്ന് എന്നോട് പറഞ്ഞേ. അതാവാൻ വഴിയില്ല. അല്ല ചേച്ചി, പകല് TV പരിപാടി ഒന്നും ഉണ്ടാകാറില്ലേ? ചിലപ്പോഴൊക്കെ കാണും. എന്തേ? ഒന്നുമില്ല. ഇവിടെ VCR ഇല്ലല്ലേ? ഇല്ല. ടിവിയുടെ ശല്യം കൊണ്ട് തന്നെ ബാബുവിന്റെ പഠിത്തൊരു കണക്കായിരിക്കുക. അങ്ങനല്ല, ഇപ്പൊ ഒരു സിനിമ കാണണേ തന്നെ ഉടുത്തൊരുങ്ങി ബസ്സിൽ കയറി ക്യൂവിൽ നിന്ന് ടിക്കറ്റ് എടുത്ത് എന്ത് പ്രയാസാ? ഒരു VCRന്റെ ആ ഒരു ബുദ്ധിമുട്ടില്ലല്ലോ. ഞാനൊരു TV VCR വാങ്ങി 3-4 കാസറ്റ് എടുത്തു. വൈകുന്നേരം 2 നാളെ കൂടെ വാ, നമുക്ക് വീട്ടിൽ നിന്ന് സിനിമ കാണാം. ഓ അത് ശരി. ഒരു കാര്യം ചെയ്യും, ഈ വീട്ടിൽ TV വീശാറുണ്ടെന്നൊരു ബോർഡ് എഴുതി ഗേറ്റിൽ കെട്ടിത്തോക്ക്. ആളെ കിട്ടും. ശ്രീധരൻ ഒന്ന് സൂയിക്കാൻ തന്നെ തീരുമാനിച്ച മട്ടുണ്ടല്ലോ. ആ പെൺകുട്ടിയുടെ മുമ്പിൽ എങ്ങനെ ആളാവാൻ പറ്റാൻ നോക്കാവൻ. ഓ പിന്നെ അല്ല, നിനക്ക് അവളെ കെട്ടാനോ മറ്റോ ഉദ്ദേശം ഉണ്ടോ? നിങ്ങൾ സിനിമ കാണാൻ വരുന്നുണ്ടോ? ഞങ്ങൾ വരണില്ല. എന്നാ വേണ്ട. ദേ പിന്നെ ആ വണ്ടി ശരിക്ക് കയറ്റം വലിക്കണില്ലല്ലോ. ആ സാറ് തന്നെ അരയിലോട് കയറി കിട്ടി വലിച്ചാ മതി. മുതൽ പോയോ? പൊങ്ങച്ചക്കാരനാവൻ. ഇന്നലെ ആള് പാവുക. അവന്റെ VCR-ഉം TV. I am Mr. Hernandez, the official interpreter. Welcome to the United States. Welcome to United States. Thank you. Thank you. Did you have a good flight? Hello? It's me. Oh, yes. I'm perturbed over the economic system. Without it, the revolution will fail. Thousands will have died in vain, and soon a new dictator will seize power. Judge, We need money. what is the chief export of San Marcos? Dysentery. We grow bananas. I can only think of എന്താ ways to ചേട്ടാ convince the പറഞ്ഞത്? United States to give us money. Give me Sanchez. You must convince them. They will listen to you. Me? You're the president of San Marcos. Yes, over here. നീ ആ പപ്പടം ഞെടുക്ക്.
വെള്ളം നല്ലോണം തുടച്ചിട്ടേ ചോറ് വിളമ്പിക്ക്. അനിയന്റെ മോളോട് അമ്മയ്ക്ക് എന്തൊരു സ്നേഹ. പറയുന്ന അനുസരിക്കടി. ആ കുട്ടിക്ക് സമയത്തിന് കോളേജിൽ പോകേണ്ടതാ. അശ്വതി കുട്ടി ഇറങ്ങുന്നില്ലേ? അവക്കാണോ ഈ ചോറും പാത്രം? ആ അവള് പോയി. പോയോ? യാത്ര പോലും ചോദിച്ചില്ല. നിന്റെ തറവാട്ടിലെ കൊച്ചല്ലേ, അത്രയ്ക്കൊക്കെ അല്ലേ വിനയവും മര്യാദ ഉണ്ടാവുള്ളൂ. നിങ്ങൾ ഉണ്ടായിരിക്കുന്നുണ്ടോ? ദേ ഇത് തന്നെയായി പറഞ്ഞത്. എന്താ അമ്മ അശ്വതി പോയോ? ഞാൻ കണ്ടില്ല ശ്രീധര. നിന്റെ അച്ഛൻ കണ്ടിട്ട് മിണ്ടിയതുമില്ല. അമ്മയോട് ഞാൻ പറഞ്ഞതല്ല നേരത്തെ എന്നിട്ട് റെഡി ആവണമെന്ന്. അവള് ഗ്രാജുവേറ്റ് പഠിക്കുന്ന കുട്ടിയാ. നേരത്തും കാലത്തും വല്ലതും കഴിച്ചില്ല ആ കുട്ടിയുടെ പഠിപ്പെന്താവും? എന്താ അമ്മ ഇത്? ഇങ്ങോട്ടോ, ഞാനൊന്ന് പോയി നോക്കട്ടെ. അതോടെ ഭാഗ്യായി. ഞാൻ വിചാരിച്ചു ബസ് കയറി പോയി കാണുമെന്ന്. ഉച്ചയോട് എടുത്തിട്ടേ പോകാമെന്ന് അശോക് ചേച്ചി ഓർമ്മിക്കാൻ ഞാൻ ആ മണ്ടിപ്പെണ്ണോട് പറഞ്ഞതാ. ലൊരേ, ഇപ്പോഴത്തെ കാലത്ത് ഹോട്ടലിൽ നിന്ന് വല്ലതും വാങ്ങി കഴിക്കാൻ പറ്റുമോ? വേണ്ട. വേണ്ടെന്ന്. അല്ല, അങ്ങനെ പറഞ്ഞാ അശ്വതി ഉച്ചയ്ക്ക് എന്ത് കഴിക്കും? ഇത്രയും കാലം കഴിച്ചതൊക്കെ തന്നെ കഴിക്കും. ഏയ്, ഇനിയിപ്പോ അങ്ങനെ പോരാ. കുഞ്ഞമ്മാവും പ്രത്യേകം പറഞ്ഞ് ഏൽപ്പിച്ചതാ അശ്വതിയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കണമെന്ന്. എനിക്ക് വേണ്ടി ആരും അങ്ങനെ ബുദ്ധിമുട്ടുന്ന എനിക്ക് ഇഷ്ടമല്ല. ഇതിലിപ്പോ എന്താ ഇത്ര ബുദ്ധിമുട്ട് അശ്വതി കുട്ടി? അശ്വതി കുട്ടി ഞങ്ങൾ വാങ്ങിക്കേ. ഒരിക്കൽ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? കാലത്ത് 5 മണിക്ക് എഴുന്നേറ്റത് അമ്മ ഇതൊക്കെ വെച്ചുണ്ടാക്കാൻ. അശ്വതി ഇത് വാങ്ങില്ല എന്നറിഞ്ഞാ അമ്മയുടെ മനസ്സ് വിഷമിക്കില്ല അശ്വതി? ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. എന്നെ ചൊല്ലി ആവശ്യമില്ലാത്ത ടെൻഷനൊന്നും ആർക്കും വേണ്ട. ഞാനൊരു പേയിങ് ഗസ്റ്റ് ആണെന്ന് കരുതിയാൽ മതി. വീട്ടിൽ താമസിക്കുന്നതിനും വല്ലതും കഴിക്കേണ്ടി വന്നാൽ അതിനും അങ്ങനെ എല്ലാത്തിനും ഞാൻ പണം തരും. അശ്വതി, നെഞ്ചി തറക്കുന്ന ഓരോ വർത്തമാനങ്ങൾ പറയരുത്. നീ എന്റെ സ്വന്തം കുഞ്ഞമ്മാവന്റെ മോളാ, അത് മറക്കണ്ട. എനിക്കാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മാസം അവസാനം ഞാൻ കാശ് തരും. അത് വാങ്ങിച്ചില്ലെങ്കിൽ ഞാൻ പിന്നെ അവിടെ താമസിക്കുന്നില്ലെന്ന് വെക്കും. എന്നോടാണോ കുട്ടി നീ ഇത് പറഞ്ഞത്? രക്തബന്ധത്തിന് നീ വില കൽപ്പിക്കുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ നിനക്ക് വേണ്ടി ജീവിതം തന്നെ ഒരു മരിപ്പറമ്പാക്കിയവനാണ് ഞാൻ. കടന്നു പോകൂ എന്റെ മുമ്പിൽ നിന്ന്. എന്റെ പൊന്നച്ഛാ. ശ്രീധരൻ കടന്നു വരണ്ടേ? ചെല്ലാൻ ഞാനില്ല. ശ്രീധരൻ, നിങ്ങൾ നോക്ക്, ഞാൻ കയറിക്കോളാം. എന്നാ നമുക്ക് നോക്കാം. എന്നോടാണോ കുട്ടി നീ ഇത് പറഞ്ഞത്? ഇത് കഴിച്ചു നോക്കുമോളെ. വേണ്ട, എനിക്കിത് മതി. ഒരെണ്ണം വേണ്ടാഞ്ഞിട്ടാ. എനിക്ക് ചില കാര്യങ്ങൾ അറിഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. എനിക്ക് ചില കാര്യങ്ങൾ അറിയണമെന്നുണ്ടെന്ന്. എന്നോടാണോ? ഇവിടെ ഇപ്പൊ വേറെ ആരാ ഉള്ളത്? അമേരിക്ക വിദ്യാർത്ഥികളൊക്കെ വർഗബോധമുള്ളവരാണോ? മൈൻഡ് യുവർ മാനേഴ്സ്. എന്താ? കഴിച്ചോണ്ടിരിക്കുമ്പോ സംസാരിക്കുമെന്ന് അറിയില്ലേ? അറിയില്ല. പോയി പഠിച്ചിട്ട് വാ. ഇവിടെ ഞങ്ങൾ അങ്ങനെ സമയവും സന്ദർഭവും ഒന്നും നോക്കാറില്ല സംസാരിക്കാൻ. സ്റ്റോപ്പ് ഇറ്റ്. ഇവിടെ ഭയങ്കര ജാടയാണല്ലോ. വേണ്ട വേണ്ട, ഞാനൊന്നും പറയുന്നില്ല. മാസാവസാനം വരെ കാത്തു നിൽക്കാൻ പറ്റില്ല. ബില്ലാണ്. ബ്രെഡിനും ജാമിനും ചായക്കും ചേർത്ത് 3 റുപ്യ 75 പൈസ. ടിപ്പ് തരാൻ ഉദ്ദേശം ഉണ്ടെങ്കിൽ അതും വെച്ചോളൂ. അമ്മയും ഞാനും ലതയൊക്കെ ഇവിടുത്തെ വെയിറ്റേഴ്സ് ആണെന്ന് കരുതിയാൽ മതി. Are you paying the fool? എന്താ ശ്രീധര? എന്താ മോളെ? ആ, സാസർ പൊട്ടി. അതിന്റെ 3 റുപ്യയും കൂടെ ചേർത്ത് 6 റുപ്യ 75 പൈസ.
എന്താ ശ്രീധര? അല്ലമ്മേ, അവളെ നല്ല പറയാ ഇവിടെ നിന്ന് കഴിക്കുന്ന ഭക്ഷണത്തിന് അവള് കാശ് തരാമെന്ന്. എങ്കിൽ പിന്നെ അപ്പ ബില്ലെഴുതി കാശ് വാങ്ങിച്ചേക്കുമെന്ന് ഞാനും വിചാരിച്ചു. അത് നന്നായേ ഉള്ളൂ. എന്തൊരു ജാട! എന്റെ ശരിക്കുള്ള സ്വഭാവം ഞാൻ കാണിച്ചിട്ടുണ്ടല്ലോ. എന്നിട്ട് പോടാ. ഒരു കാര്യം പറയുന്ന സമ്മതിക്കില്ലേ? ഇല്ല, എന്നാലും ബില്ല് എഴുതി കൊടുക്കാന്നൊക്കെ പറഞ്ഞാ അങ്ങനെ കളിയാക്കാൻ പാടുണ്ടോ? എനിക്ക് അത്രമാത്രം സങ്കടം വന്നിട്ടമ്മേ. നമ്മളൊക്കെ അവൾക്ക് അന്യരാണെന്നുള്ള വിചാരം കൊണ്ടല്ലേ അവൾ അങ്ങനെ പറഞ്ഞത്. ഇപ്പോഴത്തെ കുട്ടിയൊക്കെ സ്വന്തം ബന്ധമെന്നൊക്കെ പറഞ്ഞാ ഒന്നും മനസ്സിലാവില്ല ശ്രീധര. അവൾക്കാണെങ്കിൽ ഇവിടുത്തെ ഭക്ഷണം ഒന്നും പിടിക്കുന്നുമില്ല, ഒന്നും കഴിക്കുന്നുമില്ല. എരിയും പുളിയുള്ള നല്ല ഭക്ഷണം കഴിച്ച് ശീലമില്ലാഞ്ഞിട്ടായിരിക്കും. ഇപ്പൊ തന്നെ അതിന് ജീവനില്ല. ഒന്നും കഴിക്കാതെ വല്ല സൂക്കരം പിടിച്ചാ രാമേന്ദ്രൻ എന്നോടാ ചോദിക്കുക, നമുക്കിപ്പോ തല്ലിക്കഴിപ്പിക്കാൻ പറ്റുമോ? എന്താ ഇഷ്ടം ചോദിച്ചിട്ട് ഒന്നും പറയുന്നുമില്ല. ഇപ്പൊ തന്നെ റൊട്ടി കഴിക്കാൻ കത്തി മുള്ളില്ലെന്ന് ചോദിച്ചു. കത്തിമുളി ഞാൻ മാറ്റണ്ടേ? അതുകൊണ്ട് എന്താ കാര്യം? അതിന്റെ കൂടെ അതിന് ചേരുന്ന ഭക്ഷണം വേണ്ടേ? പരിഷ്കാരമുള്ള ഭക്ഷണം ഉണ്ടാക്കാൻ നീ വല്ലവനും വിളിച്ചോണ്ട് വാ. പരിഷ്കാരമുള്ള ഭക്ഷണം എന്ന് വെച്ചാ കത്തി മുള്ളും ഉപയോഗിച്ച് കഴിക്കാൻ പറ്റുന്ന ഭക്ഷണം. അതൊക്കെ പിടിക്കുമായിരിക്കും. അതിനിപ്പോ ആരെ കിട്ടുക? മിസ്റ്റർ ശ്രീധർ. ആരാ? മിസ്റ്റർ ശ്രീധർ ആരാണ്? അത് ഞാനാ. ഇത് ബിനോയാണ്. മിസ്റ്റർ വർക്കിച്ചൻ ഓഫ് സെൻട്രൽ റോഡ്വേസ്. ഹി ഈസ് യുവർ ഫ്രണ്ട് ഐ തിങ്ക്. വർക്കിച്ചന്റെ ആരാ? ആരുമല്ല. പക്ഷെ വർക്കിച്ചൻ രാഷ്ട്രീയക്കാരെ ചാക്കിട്ട് പിടിക്കാൻ വേണ്ടി ഡൽഹിയിൽ വരുമ്പോഴൊക്കെ ഒബറോയ് ഷെറട്ടണിലാണ് താമസിച്ചിരുന്നത്. ഞങ്ങളുടേത് തികച്ചും ഒരേ എസ്തെറ്റിക് റിലേഷൻഷിപ്പാണ്. കം, നമുക്ക് ഇരുന്ന് സംസാരിക്കാം. വരും. It's so encouraging that the people all over the world prefer Chinese food nowadays. Come on. എനിക്ക് മനസ്സിലായില്ല. വർക്കിച്ചൻ പറഞ്ഞതുകൊണ്ടാണ് ഞാൻ സമ്മതിച്ചത്. He is a true lover of Chinese food. വർക്കിച്ചിനോട് ഒരു കുക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു. Yes, I am that cook. ഇവിടെ ഭക്ഷണം ഉണ്ടാക്കാൻ? Yes, but Mr. Sridhar, ഉച്ചക്ക് 1 മണിക്കൂർ, രാത്രി 1 മണിക്കൂർ, ആവശ്യമുള്ളത്രയും ചൈനീസ് ഫുഡ് ഞാൻ ഉണ്ടാക്കും. ഞാൻ പോകും. I can stay here. ഞാൻ പ്രതീക്ഷിക്കുന്ന മിനിമം സാലറി ഈസ് 1,500 rupees per month. Okay? അല്ല, ഞാനേ ആരാ ശ്രീധര? വർക്കിച്ചിനയച്ചതാ. Chinese cook. ചൈനീസ് മുറയിലുള്ള പാതേ അശ്വതിക്ക് അമ്മ പറഞ്ഞില്ലേ? ആരാണോ താൻ? അച്ഛാ, തന്നോടാ ചോദിച്ചത്. ആരായാലും ബോട്ടും കൊണ്ടിട്ട് ഇതിനകത്ത് കയറാൻ പറ്റില്ല. Who is this cultural guy? അച്ഛാ വർക്കിച്ചിനയച്ച ആളാന്നേ. വർക്ക് ചാനലിലെ ദേവനായാലും ഇവൻ അതോന്നിയാ. Mr. Sridhar, മനസ്സിലാക്കച്ചാ. അച്ഛൻ വന്നേ. അച്ഛൻ പോലെ ചൂടാവുന്നു. what's wrong with you? I don't understand. അച്ഛൻ പറഞ്ഞ ഒന്നും കാര്യാക്കണ്ട. പഴമക്കാരനല്ലേ? അതെ അതെ. അശ്വതിക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ഉണ്ടാക്കണം. എന്തൊക്കെ ഉണ്ടാക്കുക? If we go for the conventional Chinese style, we will start with soups. Sweet corn chicken soup, cream of chicken, cream of mushroom, cream of tomato, cream of crab, and of course lot of other soups. Chicken noodles, mutton noodles, mixed noodles, vegetable noodles, chicken fried rice, mutton fried rice, snake fried rice, mixed fried rice, chicken fyang. And of course you can have all Chinese items. ഇത് സാധനങ്ങളുടെയും പാത്രങ്ങളുടെയും ലിസ്റ്റാണ്. അശ്വതിയോ? പിന്നെ ഞാൻ ഇന്നലെ ഒരു തമാശ കാണിച്ചാണേ. ബില്ലുണെന്നേ. പക്ഷെ അശ്വതി തമാശയായിട്ട് എടുത്തിട്ടില്ല. ഞാൻ കാര്യമായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചല്ലേ. ഞങ്ങൾ ഫ്രണ്ട്സ് തമ്മിൽ ഇങ്ങനെ എന്തൊക്കെ തമാശ കാണിക്കുക. കലാസമിതിയിൽ എത്തിയാ പിന്നെ പിള്ളേര് മുഴുവൻ ഒരു ചുറ്റിങ്ങനെ കൂടുക. ശ്രീധരേട്ടാ, എന്തെങ്കിലും ഒരു തമാശ പറയൂ.
ഒരു തമാശ പറയൂ എന്ന് അത് പറഞ്ഞിട്ട് ഞാൻ അറിഞ്ഞില്ല. അറിഞ്ഞിരുന്നെങ്കിൽ ബില്ല് ഉണ്ടെന്നപ്പോ ഞാൻ ചിരിച്ചേനെ. ആ. അതെ, ഇനി കളിയും തമാശയും ഒന്നും വേണ്ട. നന്നായിട്ട് പഠിക്കുക, ഗ്രാജുവേറ്റ് ആകുക. കുഞ്ഞമ്മാവന്റെ ആഗ്രഹം സാധിച്ചു കൊടുക്കുക. കുഞ്ഞമ്മാവിന്റെ ആഗ്രഹോ? അതെന്താ ആഗ്രഹ? അത് അല്ല, അശ്വതിക്കുട്ടിയെ ഗ്രാജുവേറ്റ് ആക്കണം എന്നുള്ള ആഗ്രഹേ. അശ്വതിക്കുട്ടി, ഇനിയെങ്കിലും ഞങ്ങളെ അന്യരായിട്ട് കാണരുത്. എന്തൊക്കെ സൗകര്യം വേണമെന്ന് വെച്ചാ ധൈര്യമായിട്ട് ചോദിക്കുക. ഏതൊക്കെ തരത്തിലുള്ള ഭക്ഷണം വേണമെന്ന് വെച്ചാ കഴിക്കുക. തടിയൊക്കെ ഒന്ന് നന്നാവട്ടെ. ചൈനീസ് ഭക്ഷണം ഉണ്ടാക്കുന്ന ഒരു മിടുക്കനെ ഇന്ന് അപ്പോയിന്റ് ചെയ്തിരിക്കുക. അല്ല, ഇനിയിപ്പോ അശ്വതി കുട്ടിക്ക് കാശ് തരാൻ നിർബന്ധമാണെങ്കിൽ ഞാൻ ഒരുക്കുന്നില്ല. പക്ഷേ വീട്ടിൽ നിന്ന് തന്നെ ഭക്ഷണം കഴിച്ചാൽ മതി. അല്ല സാർ, കളി തുടങ്ങാറായില്ലേ? ഇല്ല തൊഴാൻ പോകുന്നുള്ളൂ. എന്റെ ഫ്രണ്ട്സാ. അശ്വതിക്ക് അറിയില്ലല്ലോ, ഞാൻ നല്ലൊരു വോളിബോൾ പ്ലെയറാ. കുഞ്ഞമ്മോന്റെ മോളാ, കോളേജിൽ ഗ്രാജുവേറ്റ് പഠിക്കുക. അമേരിക്കന്നേ. അശ്വതി, ഞാൻ പറഞ്ഞില്ലേ? കളിച്ചിട്ട് പോകാം. വേറെ കുറച്ച് തിരക്കണ്ടേ? പോവാനേ. പോടാ. റോഡിലേക്ക് എത്തിയോ? എന്തായിട്ടെന്താ ശ്രീരേട്ടൻ ഒരു ഇര പോരട്ടോ? നല്ലൊരു അയ്യോ.